100% കാമവികാരം നിങ്ങളിൽ ഉണ്ടെങ്കിലും ശരി, അത് ആസ്വദിക്കാനുള്ള മാനസിക നിയന്ത്രണം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പരാജയമായിരിക്കും. എന്നാൽ 1% കാമവികാരമേ നിങ്ങളിൽ ഉള്ളെങ്കിലും ശരി, അത് ആസ്വദിക്കാനുള്ള മാനസിക നിയന്ത്രണം ഉണ്ടെങ്കിൽ മെച്ചമായിരിക്കും. കാമദേവനെ രതിദേവിയെ ആരാധിക്കുക ധ്യാനിക്കുക എന്നതിനർത്ഥം ധ്യാനാവസ്ഥയിൽ മനസ്സിൽ കാമവികാരത്തെ ഉണർത്തുക എന്നതാണ്. ഏതാനും ദിവസം 5 മിനിറ്റ് വീതം ശാന്തമായ മനസ്സോടെ കാമവികാരത്തെ ധ്യാനിച്ചാൽ അത് ആസ്വദിക്കാനുള്ള മാനസിക അച്ചടക്കവും നിയന്ത്രണവും നിങ്ങളിൽ ഉണ്ടാകും. ഇനി അതല്ല കാമ ആസക്തി ഉള്ളവർ ആണെങ്കിൽ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്ന് മനസ്സിൽ കാമവികാരത്തെ നിയന്ത്രിക്കാൻ പരിശീലനം നേടണം. ഭാരതീയ കാഴ്ചപ്പാട്ട് അനുസരിച്ച് പ്രപഞ്ചത്തിലെ എല്ലാം ദൈവികമാണ്. അതിനാലാണ് കാമത്തെ കാമദേവനായും രതിദേവിയായുമൊക്കെ കണ്ടത്. കാമവികാരമെന്നത് നമ്മളുടെ നിയന്ത്രണത്തിൽ മനസ്സിൽ ഉണർത്തുന്നതും താഴ്ത്തുന്നതുമൊക്കെയായ ഒരു വികാരമായിരിക്കണം. അതല്ലാതെ നമ്മളറിയാതെ ഉണരുന്നതും താഴുന്നതുമായ വികാരമാകരുത്. വൈകുന്നേരം ആത്മീയമായി പ്രാർത്ഥിക്കുന്നവർ ആണെങ്കിൽ ആ പ്രാർത്ഥന കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ എന്തുതന്നെ ആയാലും അത് കമന്റ് ചെയ്യുക. മറുപടി തരാൻ സാധിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക. നന്ദി.